ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അതിൻ്റെ നീളവും വീതി എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സൗകര്യപ്രദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഒറ്റ ലെയറിലാണ് ഇതെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ വാഷ് ബേസിൻ, ക്ലോസറ്റ്, കുളിക്കുന്ന ഏരിയ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ ഫീൽ ചെയ്യും. അത് ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. വാഷ് ബേസിൻ കഴിഞ്ഞതിന് ശേഷം ക്ലോസറ്റ്, അത് കഴിഞ്ഞ് കുളിക്കുന്ന ഏരിയ. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 60 സെൻറ്റിമീറ്റർ നമ്മൾ ആ ഏരിയയിൽ കൊടുത്തു. അവിടെ ഹാഫ് പെഡസ്റ്റൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരു സെറയുടെ വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട്, മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ബോർഡ്, വെള്ളം കാര്യങ്ങളൊന്നും തെറിക്കാത്ത രീതിയിൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററുടെ സ്വിച്ച് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിറർ ലാമ്പ് കൊടുത്തിരിക്കുന്ന ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, നേരെ നമ്മുടെ കണ്ണാടിയിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്തേക്ക് വരുന്ന ഏരിയയിലാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്ലോർ മൗണ്ടർ, അതായത് സേഫ്റ്റി കിട്ടുന്ന രീതിയിലുള്ള ഫ്ലോർ മൗണ്ടർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലോർ മൗണ്ടർ നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ജനൽ, ഹൈറ്റിലാണ് ജനൽ കൊടുത്തത്. നല്ല പ്രകാശം കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ഹൈറ്റിൽ തന്നെയാണ് ജനൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വരുന്നത് 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നത്. അതും സെറയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ മോഡൽ തന്നെയാണ് ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റ്. ഫ്ലോർ മൗണ്ടർ ആകുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പേടിക്കാതെ തന്നെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ 100% സേഫ്റ്റി കിട്ടുന്ന രീതിയിലാണ് ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തേക്ക് വരുന്ന ഏരിയയിലാണ് നമ്മുടെ ഷവറിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. അത് ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്ത് സ്പൗട്ട് വഴി ഒറ്റ ഔട്ട്ലെറ്റാണ് വരുന്നത്. പിന്നെ മുകളിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഷവറിൻ്റെ റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ സെറയുടെ ഫിറ്റിങ്സുകളാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ ആണെങ്കിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സുകളാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലേറ്റ് വരുന്നുണ്ട്, റൗണ്ട് പ്ലേറ്റ് വരുന്നുണ്ട്, ഓവൽ പ്ലേറ്റുകൾ വരുന്നുണ്ട്. ഡൈവേർട്ടറിൻ്റെ മുകളിൽ വരുന്ന ഏരിയ അത് നമുക്ക് ഏത് വേണമെങ്കിലും മോഡൽ സെലക്ട് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് തന്നെ വാട്ടർ ഹീറ്ററിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം പച്ചവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ പച്ചവെള്ളം അതിലേക്ക് വന്നതിന് ശേഷം ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് ഡൈവേർട്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട് തൊട്ട് മുകളിലായിട്ട് വാട്ടർ ഹീറ്ററിൻ്റെ പവർ പ്ലഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ്, പിന്നെ മെയിനായിട്ട് വരുന്നൊരു കോമൺ മൊത്തത്തിൽ വരുന്ന ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ നിന്ന് മാറി വെള്ളം തെറിക്കാത്ത രീതിയിൽ ടവൽ റോഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സോപ്പ് ഡിഷും ചെറിയൊരു ഐഡിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് സോപ്പ് അതുപോലെ തന്നെ ഷാമ്പു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു കോളമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോർണർ സ്റ്റാൻഡുകളോ അല്ല ബാത്റൂമിൽ ഒരുപാടായ സ്റ്റാൻഡുകൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സോപ്പ് ഡിഷിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൊടുക്കാൻ പറ്റും. സോപ്പ് ഡിഷ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിൻ്റെ അകത്ത് ഷാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ലെവലിൽ വരുന്ന രീതിയിൽ 60 സെൻറ്റിമീറ്റർ നമുക്ക് വാഷ് ബേസിൻ, 90 സെൻറ്റിമീറ്റർ ക്ലോസറ്റ്, വീണ്ടും 90 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ഏരിയ വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ഒരു 240 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതായത് 8 ഫീറ്റ്, മിനിമം 8 ഫീറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബാത്റൂം കാര്യങ്ങൾ അത്യാവശ്യം നല്ല കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ബാത്റൂം സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും. എന്നാൽ മാത്രമേ നമുക്കിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.